ഗായ്സ്, എല്ലാവർക്കും റഡാർ പെറ്റ് സ്റ്റോറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് പ്രാവുകളൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ പ്രാവിന് വീഡിയോ ചെയ്യാനായിട്ട് വന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലെ പൊറുത്തുശ്ശേരി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ പ്രാവിന് വളർത്തുന്ന ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണുവിൻ്റെ കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. എന്നാൽ വലിയ വലിയ പ്രാവുകളൊന്നുമല്ല, ചെറിയ ചെറിയ പ്രാവുകൾ. അപ്പോൾ അവരൊക്കെ പരിചയപ്പെടാം. അവരൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി വിഷ്ണുവിനെ പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ ഇതാണ് വിഷ്ണു ചേട്ടൻ. വിഷ്ണു ചേട്ടൻ്റെ കയ്യിൽ ഒരുപാട് പ്രാവുകളുണ്ട്. എന്നാൽ ഒരുപാട് പ്രാവുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ തുടക്കക്കാർക്ക് വളർത്താവുന്ന കുറച്ച് വെറൈറ്റി പ്രാവുകൾ നമ്മുടെ വിഷ്ണു ചേട്ടൻ്റെ കയ്യിലുണ്ട്. അതിനെല്ലാം പരിചയപ്പെടാനാണ് നമ്മളിന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് വന്നത്. വിഷ്ണു ചേട്ടാ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രാവിനെ വളർത്തുന്ന ഒരു രീതി? അവർ തുടക്കക്കാർക്ക് ഏതൊക്കെ പ്രാവിനെ വളർത്തണം, അവർക്ക് കൊടുക്കുന്ന ഒരു ഫുഡിൻ്റെ രീതി, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ലാഹോസ്, പാൻഡേലുകൾ, മുഗി, ചൈനീസുകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത്. ഐറ്റംസ് ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ സാറ്റിനുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് 5-8 ഐറ്റംസ് ആണ് കുറച്ച് ആഡ് ചെയ്യാം. ആ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറയാം. മണിച്ചോളം, ചോളം നുറുക്ക്, കമ്പം, പിന്നെ പെല്ലറ്റ്, അങ്ങനെ കുറച്ച് പയർവർഗ്ഗങ്ങൾ ആഡ് ചെയ്യും. ഗോതമ്പ്, അരി, അങ്ങനെ കുറച്ച് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണോ കൊടുക്കണേ? അതെ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. അത് മെയിൻ ആയിട്ട് ഇതില് നമ്മൾ വിറ്റാമിൻ ഒക്കെ ഉണ്ട്. ഈ ഫുഡിൽ വിറ്റാമിൻസ്, പ്രോട്ടീന്റെ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള ഫുഡാണ് അതൊക്കെ. അതെ, ഇതിലൊക്കെ നല്ല വിറ്റാമിൻസ് ഉള്ള ഫുഡുകളാണ്. ഈ ചിക്സ് ഒക്കെ വലുതാകുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഫുഡുകളാണല്ലോ ഇതൊക്കെ. ഫസ്റ്റ് ഒരു മാസം നമ്മൾ ഇതിൽ കുറച്ച് സ്റ്റാർട്ടർ ആഡ് ചെയ്യും. ഈ കോഴിയുടെ സ്റ്റാർട്ടറില്ലേ, നല്ലൊരു വളർച്ച ആ ഒരു തുടക്കത്തിൽ വളർച്ച ഉണ്ടാവില്ല. ഒരു 20 ദിവസം കൊടുത്താലും മതി. 20 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വളർച്ച ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാ മണിച്ചോളം, അതുപോലെ സാധാ യൂഷ്വലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊരു ഇത് വളർച്ച അവർക്ക് ഉണ്ടാവില്ല. പെട്ടെന്നൊരു ക്ഷീണവും വരില്ല, അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വെള്ളം, ആ വെള്ളം വെക്കുന്ന സിസ്റ്റം, അതുപോലെ തന്നെ അവർക്ക് അങ്ങനെ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് പറയുമോ? വെള്ളം ഇപ്പൊ സാധാ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും പറന്ന് വൃത്തിയുടെ ചിലപ്പോ അവരായാലും ആയിട്ടുള്ള അവർക്ക് അഷ്ടമസാധനങ്ങളൊക്കെ വീണ് രോഗങ്ങളൊക്കെ പടരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വെള്ളം കുപ്പിയിൽ ഇപ്പൊ കാണാം, കുപ്പിയില് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്നതനുസരിച്ചിട്ട് തന്നെ കുറച്ചായിട്ട് അവർ വെള്ളം കഴിയുന്നതിനനുസരിച്ച് വെള്ളം ഇറങ്ങി വരുന്ന ഒരു സിസ്റ്റം, അതൊക്കെ നമുക്ക് കാണാൻ എന്തായാലും. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മള് പലർക്കും അറിയില്ല, ഒരു പ്രാവിനെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാള് പ്രാവളത്തിലേക്ക് വളർന്നു വരുന്ന ഒരു ചെറിയൊരു പയ്യന് ചേട്ടൻ കൊടുക്കാം നിർദ്ദേശം. അതായത് ഏതിനെ അവൻ വളർത്തണം, അവൻ ഏതിന് തുടങ്ങണം എന്നുള്ള ഒരു രീതി, ഏത് പ്രാവിനെ വളർത്തണം എന്നുള്ള ഒരു ഇതൊന്ന് പറയോ? ആദ്യം നമ്മൾ ഒരിക്കലും വലിയ അനങ്ങൾ നോക്കരുത്. ഒരിക്കലും നോക്കരുതല്ലേ? അതാകുമ്പോ ഇപ്പൊ അസുഖങ്ങൾ വന്നാലും നമുക്ക് അത് അറിയാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പൊ നമ്മൾ ചെറിയ ഐറ്റംസ് ആദ്യം തുടങ്ങാം. എത്രയും ചെറുതായി അത്രയും കുഴപ്പമില്ല. അതായത് ചെറുതെന്ന് പറയുമ്പോൾ നാടൻ ഐറ്റംസ് ഒക്കെയാണോ? നാടനായാലും ഇപ്പൊ 1000 പേരായാലും കുഴപ്പമില്ല. അത് വിട്ട് 2000-3000 ആയി കഴിഞ്ഞാൽ അസുഖങ്ങൾ പെട്ടെന്ന് ചത്തുപോകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം നമ്മളൊരു കൊല്ലം ഒരു ചെറിയ അനങ്ങൾ തുടങ്ങി. അപ്പൊ അതിന്റെ അസുഖങ്ങളും അപ്പം കൊടുക്കേണ്ട മരുന്നുകളൊക്കെ നമുക്ക് ഒരു പരിചയമാകുമ്പോൾ പിന്നെ നമുക്ക് വലിയതും കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് വിഷ്ണു ചേട്ടൻ കുറച്ച് അറിവുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇനി കൂടുതൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് വിഷ്ണു ചേട്ടന്റെ ഓരോ കേജിലെയും പ്രാവുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ വിഷ്ണു ചേട്ടാ, നമുക്ക് ഓരോ കേജുകളിലേക്ക് കടന്നാലോ? ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ വിഷ്ണു ചേട്ടന്റെ കേജുകള്. അപ്പൊ നമുക്ക് എന്തായാലും വിഷ്ണു ചേട്ടാ ഓരോ പ്രാവുകളായിട്ട് പരിചയപ്പെട്ടാലോ? അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാൻ പോണത്, ഇവരേതാണ് ഐറ്റം? ഇത് ലാവൻഡർ ലാഹോർ എന്ന് പറയും. ലാവൻഡർ ലാഹോർ അല്ലേ? ഓക്കെ. ചേട്ടാ, നമുക്ക് അതിന്റെ കേജ് ഒന്ന് തുറക്കോ? ഇത് ലാവൻഡർ ലാഹോർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിറാസ് എന്ന് പറഞ്ഞൊരു ബേഡിനെ വെച്ച് ഇവര് ഭയങ്കര സൈസ് ആയിരിക്കും, സൈസ് കൂടുതലാണ്. ഇവര് പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ് ആണ് ഇവര് നോക്കുക. അതല്ലേ സ്റ്റാൻഡിങ് ഉദ്ദേശിക്കുന്നത്? ഈ ടെയിലും അതുപോലെ ഈ ചിറകും തമ്മിലുള്ള ഒരു ചിലനൊക്കെ താഴത്തോട്ട് തൂങ്ങിയെടുക്കലൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ക്വാളിറ്റി കുറയും അല്ലേ? ഓക്കെ. ഇതിപ്പോ ലാവൻഡർ കളർ അല്ലേ? ഓക്കെ. സിൽവർ കളറൊക്കെയാണ്. സിൽവറിന്റെ തന്നെ വേറെ പേരാണ്. സിൽവറിന്റെ വേറൊരു പേരാണ് ലാവൻഡർ. ഇത് നമ്മള് എത്ര കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര റേറ്റ് വരുന്നതിന്റെ? കുഞ്ഞുങ്ങൾ 3000 രൂപയ്ക്കാണ് കൊടുക്കാറ്. 3000 രൂപ കുഞ്ഞിന് വരില്ല. അങ്ങനെ പോയാലും ഇത് ചാനലില് എത്ര? ഇത് ബ്രീഡിംഗ് സെറ്റ് അല്ലേ? ബ്രീഡിംഗ് സെറ്റ് ആണ്. ഇതിന് കൊടുക്കാനുള്ളതാണല്ലേ? എത്ര റേറ്റിന് കൊടുക്കണേന്? 6000 രൂപ അല്ലേ? ഇതൊരു ബ്രീഡിംഗ് സെറ്റ് പെയറിന് 6000 രൂപ വരുന്നതാണ് വിഷ്ണുചേട്ടൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്രീഡിംഗ് സെറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണു ചേട്ടനെ വിളിച്ചു ചോദിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ്, നല്ല സെറ്റാണ്. അത്യാവശ്യം നല്ല കളറാണ്, ലാവൻഡർ കളറാണ് ഇത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. വിഷ്ണുചേട്ടൻ്റെ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വിഷ്ണുചേട്ടൻ നമുക്ക് അടുത്ത ബേഡിനെ പരിചയപ്പെട്ടാലോ? ഓക്കെ.
ഇതാണല്ലേ ആ വെള്ളത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞത്? നമ്മളോട് ഈ സെയിം സിസ്റ്റം തന്നെ വെച്ചാണത്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തേരെ പരിചയപ്പെടാം. അടുത്തത് ഇതാണ് ഐറ്റം. ഇത് ഫാൻടൈൽ, അത് ഇന്ത്യൻ ഫാൻടൈൽ. ഓക്കെ, നമുക്ക് ഒരു കേജ് ഒന്ന് തുറക്കോ? ഇത് ഇന്ത്യൻ ഫാൻടൈലാണ്. നല്ല അത്യാവശ്യം നല്ല ടൈലൊക്കെ ഉണ്ടല്ലേ ഇതിന്. ഓക്കെ, ഇവര് ബ്രീഡിംഗ് സെറ്റിന് എന്തോന്ന് കണ്ടിട്ട് എഗ് ചെയ്തിരിക്കാണല്ലോ ഇവര്. രണ്ടുപേരും ചട്ടിയിൽ കയറി ഇരുന്ന് ഇതിലിരിക്കണല്ലേ. നല്ല ടൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക്. ഓക്കെ, ഇവരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോ വിഷ്ണുട്ട് എത്ര റേറ്റിന് കൊടുക്കാറിനെ? കുട്ടികൾ 1000 രൂപ പെയർ അല്ലേ? ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഇന്ത്യൻ ഫാൻടൈലിന് അത്ര റേറ്റ് ഉണ്ടല്ലോ, മാർക്കറ്റ് റേറ്റ് അത്ര ഉണ്ടല്ലോ ചിക്സിന്? ബ്രീഡിംഗ് സെറ്റിന് ഉണ്ടല്ലേ? ഓക്കെ, എത്ര മാസത്തുമാണ് കൊടുക്കുക കുഞ്ഞുങ്ങളൊക്കെ? 3 മാസത്തിനടുത്ത് എത്തുമ്പോൾ കുഞ്ഞുങ്ങൾ കൊടുക്കും എന്തായാലും. ഓക്കെ, അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ ഇപ്പം തന്നെ ബുക്കിംഗ് നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പം തന്നെ ബുക്കിംഗ് ആവശ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ള ഇന്ത്യൻ ഫാൻടൈൽസ് ആണ്. വില എന്ന് പറയുന്നത് അത്ര വലിയ അധികമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നല്ല മാർക്കറ്റിംഗ് ഉള്ളൊരു ബേഡാണ്. ഒരു നീല മാർക്കറ്റിംഗ് പോയിരുന്നില്ല. ഇപ്പം ഒരു സീസൺ കയറി വരുന്നുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ബുക്കിംഗ് തുടങ്ങിക്കോട്ടെ. എന്തായാലും എഗ് ഇതൊരു ബിരിയാറായിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതിനെ പരിചയപ്പെടാം. അടുത്തായിട്ട് നമ്മുടെ എല്ലാവരും സാധാരണക്കാരുടെ ബേഡാണ് മുഗി. അപ്പോൾ നമുക്ക് മുഗീനെ പരിചയപ്പെടാം. ഇത് നമ്മുടെ തുടക്കക്കാർക്ക് വളർത്താവുന്ന ഒരു ബേഡാണ് അല്ലേ മുഗി? മുഗിയാണ് സംഭവം. ഇവര് എങ്ങനെയാണ് ഇവരുടെ ക്വാളിറ്റി? നല്ല ക്വാളിറ്റിയാണ് അത്. ക്വാളിറ്റി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ചെസ്റ്റ് ടേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഇതൊരു ബ്രീഡിംഗ് സെറ്റ് അല്ലേ? ഇത് ബ്രീഡിംഗ് സെറ്റ് ആണ് സംഭവം. ഇവരെ കുഞ്ഞിനൊക്കെ എത്രയാണ് സെയിൽ വരാറ്? കുഞ്ഞുങ്ങൾക്ക് ചിക്സിന് വരുന്നത് 1000 രൂപ വരും അല്ലേ? ഓക്കെ, അപ്പൊ ഇവരെ കുഞ്ഞുങ്ങളും ഇപ്പൊ മുട്ട ഇട്ടിട്ടില്ല അല്ലേ? മുട്ട ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശേഷങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാം. കുഞ്ഞിനെ വേണമെങ്കിൽ ഭാവിയിലേക്കുള്ള കുഞ്ഞിനെ ഇനി വേണമെങ്കിൽ ബുക്ക് ചെയ്തിടാം. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് തന്നെ പരിചയപ്പെട്ടാലോ? ഓക്കെ, ഈ ഒരു കേജിന്റെ ഈ സെറ്റപ്പിനൊക്കെ എത്ര റേറ്റ് വന്നു ചേട്ടാ? അറപ്പിച്ചിട്ടുണ്ടാക്കിയതല്ല. അപ്പൊ നമുക്ക് ചെറിയൊരു കോസ്റ്റ് ആണ് ഇതിന് വന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഇതിന് നമ്മൾ ഈ വെൽഡ് ചെയ്ത് വലിയ സെറ്റപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാശ് വരില്ലേ? വീട്ടിലിരുന്ന് ഉണ്ടാക്കിയതാണല്ലോ സംഭവം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവരെ പരിചയപ്പെടാം. ഇവരെ ഏതാണ് ഐറ്റം? റെഡും ബ്ലാക്ക് ആണുള്ളത്. ബ്ലാക്ക് അല്ലേ? ഓക്കെ, ഇതാണ് ഐറ്റം. ഇവരും ബ്രീഡിംഗ് സെറ്റിന് ഞാൻ തോന്നുന്നു അല്ലേ? നമ്മുടെ ബാക്കിൽ ചെറുതായിട്ട് ടാർപ്പായി കെട്ടിയാണ് ഒരു കളർ കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ നിങ്ങൾ അതായത് ഈ ബാക്കിൽ ഇരിക്കുന്നത് റെഡും ഇത് ബ്ലാക്ക് ആണ്. കറക്റ്റ് കളർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ? അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ്. ഇതിപ്പോ എത്ര നാളായി ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഈ ബേഡിനെ? വിരിഞ്ഞ കുട്ടികളാണല്ലോ ഇതിന്. നമ്മളിപ്പോ ഈ ഒരു ബ്രീഡിങ്ങിന് വേണ്ടി ഈ പാത്രത്തിൽ എന്തൊക്കെയാണ് ചേട്ടൻ കൊടുക്കണത്? മണല് അല്ലേ? ഓക്കെ ഓക്കെ. ഇവര് കുഞ്ഞുങ്ങൾക്ക് എത്ര കൊടുക്കാറ്? ഇപ്പൊ ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് എത്ര റേറ്റ് വരും? 4 റേഞ്ച് വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ അടുത്തന്നെ പരിചയപ്പെടാം. അടുത്തത് പറയുന്നത് നമ്മുടെ നാടൻ, അതായത് എഗ്ഗ് മാറ്റി വയ്ക്കാനായിട്ട് വിഷ്ണുവേട്ടൻ യൂസ് ചെയ്യുന്ന ബേഡ്സ് ആണ് ഇവര്. നാടൻ പ്രാവള്. അതുപോലെ തന്നെ അതേ ഇപ്പുറത്തെ കൂട്ടിലും ഒരു ജോഡി നാടൻസ് ഇരിക്കുന്നുണ്ട്. നാടനൊന്നും കൊടുക്കില്ലല്ലോ എന്തായാലും? ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനാണ് ഇത് വിഷ്ണുവേട്ടൻ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇത് സാറ്റിനല്ലത്? സാറ്റിനാണ് ഐറ്റം. ഇതിനെങ്ങനെയാണ് റേറ്റ് വിഷ്ണുവേട്ടാ? 1500 വിഷ്ണുവേട്ടൻ ഈ സാറ്റിന് എടുത്തത് കേട്ടാ. ഇതെങ്ങനെയാണ്? ബ്രീഡിംഗ് സെറ്റ് ആണോ? അത് ബ്രീഡിംഗ് സെറ്റ് ആണല്ലോ. അപ്പോൾ ഓക്കെ, അത് എഗ്ഗൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് ഇവര്. നല്ല സെറ്റപ്പ് സംഭവങ്ങളാണ്. ബ്ലൂ ബാർ ടൈപ്പ് അല്ലേ ഇത്? ബ്ലൂ ബാർ. ഓക്കെ ഓക്കെ. ബ്ലൂ ബാറിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡിമാൻഡ് സാറ്റിനില്ലല്ലേ ബ്ലൂ ബാറിന്. അപ്പോൾ ഇത് ബ്ലൂ ബാർ. അപ്പോൾ ഇവരെ കുഞ്ഞിന് എത്ര വരും? 1500 വെച്ച് കൊടുക്കും അല്ലേ? ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഒരു ജോഡി നാടനാണ്. പിന്നെ ഇനി ഗേജസ് ഉള്ളത് നമ്മുടെ ബാക്കിൽ ഇവിടെ ഇനി ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഗേജുകളുണ്ട്. അപ്പോൾ ഇതിലെത്തിയും ഓരോ ബേഡ്സിനായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതെന്തായിട്ടാണ്? ഇത് ഫാൻടൈലിനാണത്? ബെൽജിയം ഷീൽഡ് അല്ലേ? ഓക്കെ, ഇതിൻ്റെ കേജ് ഒന്ന് തുറക്കോ ചേട്ടാ? ഓക്കെ, ബെൽജിയം ഷീൽഡ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണിത്. ഇത് ഒരു അങ്ങോട്ട് തിരിഞ്ഞേക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്.
ഇതിന് സോക്സ് വരില്ല, സോക്സും ഇല്ല ബൂട്ടും ഇല്ല, അങ്ങനത്തെ ഒരു ഐറ്റം ആണ്. ഇംഗ്ലീഷ് വേണ്ടയില് പോലെ അല്ലേ? ഓക്കെ ഓക്കെ. അവര് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാണ്, പേടിച്ച് നിൽക്കാണ്. ഇതാണ് ഐറ്റം. ബ്ലാക്ക് ആണ് സൈഡ് അല്ലേ? ബ്ലാക്ക് അല്ലേ ഇത്? ബ്ലാക്ക് അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് എത്രക്ക് എടുത്ത ചേട്ടൻ ബ്രീഡിംഗ് സെറ്റ്? ഇത് 1000 രൂപയ്ക്ക് എടുത്തത്. 1000 രൂപയ്ക്ക് ജോഡി 1000. ജോഡി 1000-നാണ് ബ്രീഡിംഗ് സെറ്റ് എടുത്തത്. കുട്ടികൾ എടുത്തിട്ട് ഇപ്പൊ മുട്ടയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണത്, എഗ്ഗിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണ്. ഇതങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു 1000 എത്ര വരും കുഞ്ഞിനൊക്കെ? 1000 1200 ആയിട്ട് വരും. അപ്പോൾ ഇത് നല്ല ഐറ്റം ആണ്. നമ്മൾ വീഡിയോ എടുക്കാൻ പോയാൽ ഇത്ര ദിവസങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതേപോലെ ഒരു ഐറ്റത്തിന്. കുഴപ്പമില്ല, സാധാരണക്കാർക്ക് വളർത്താൻ ഇതും തുടങ്ങാൻ തോന്നുന്നല്ലേ? ഓക്കെ. ഇത് ബ്രീഡിംഗ് സെറ്റിനൊക്കെ എത്ര വരും? ഇതിന്റെ 2500 വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ബേഡ് എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ഔളാണ്. ഇതും വേണമെങ്കിൽ ഒരു തുടക്കക്കാരനെ വളർത്താവുന്ന ഒരു ബേഡാണ് അല്ല ചൈനീസ് ഔൾ എന്ന് പറയുന്നത്. അതിന് കേജ് ഒന്ന് തുറക്കാം കേട്ടോ. ചൈനീസ് ഔള് നമ്മുടെ വീട്ടിലുണ്ട് ഒരു ജോഡി ചൈനീസ് ഔള്. ഇത് എത്രയ്ക്ക് എടുത്തത്? ഇത് ഞാൻ മുന്നേ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ കയ്യിൽ നിന്ന് പോയി എടുത്തതാണല്ലേ? ഓക്കെ. ബ്രീഡിംഗ് പേരിന് 2500 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് കാലങ്ങളായിട്ട് വിഷ്ണുവിന്റെ കയ്യിലുള്ളൊരു ബേഡ്സ് ആണ് ഇത് അല്ല? അപ്പോൾ ഇവർ എത്ര എഗ്ഗിങ്ങൊക്കെ കഴിഞ്ഞു ശരിക്കും? 2-3 വർഷമായിട്ട് എന്തായാലും ഇപ്പോൾ ഒരു 6-7 ട്രിപ്പൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അവരെ. അപ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവരെ കുഞ്ഞിനൊക്കെ എത്ര റേറ്റ് വരും? പകുതി വിലക്കല്ലേ? 1000 ആ റേഞ്ചിലേക്കാണ് കൊടുക്കാല്ലേ? ഓക്കെ. ഒരു അടുത്തേക്ക് ഇങ്ങനെ റെഡി ഉണ്ടാ? സെറ്റ് ആയിക്കൊണ്ടിരിക്കണ്ടല്ലേ? ഓക്കെ. അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്തതിനെ പരിചയപ്പെടാം. അടുത്തെന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ റെഡ് ആണോ ഇത്? റെഡാണ്, പക്ഷേ വൈറ്റ് ബൂട്ടിൽ വൈറ്റ് കയറിണ്ടല്ലോ. അപ്പോൾ അത് മിക്സിംഗ് ആയി പോയി, അത് ഔട്ടിൽ കയറി പോയി. അപ്പോൾ അവർക്ക് ഇത് 2 ചിക്സ് ഉണ്ടായിരിക്കുന്നുണ്ട്. കറക്റ്റ് രണ്ടും ഇത്. പക്ഷെ വലുതാവുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വേറെ കയറി വരാൻ ചാൻസ് ഉണ്ട്. ചിക്സിനെ കൊടുക്കാനുള്ള എന്തായാലും ഈ ഒരു ചിക്സിനൊക്കെ എത്ര റേറ്റ് വരും? 800-900 പെയറായിട്ട് വരില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ വേണ്ടവര് വിഷ്ണുവിനെ വിളിച്ചു നോക്കിയാൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ സിറാസും ലാഹോറിയും ഇപ്പം ഈ കുഞ്ഞിപ്പോൾ സെയിലിനുള്ളതാണ്. അപ്പം ഇനി ബാക്കിയുള്ളവർക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തതിനെ പരിചയപ്പെടാം. അടുത്തെന്ന് പറയുന്നതും ഒരു ലാഹോറി ടൈപ്പ് തന്നെയാണുള്ളത്. ലാഹോറി ടൈപ്പ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവരുടെ ഇതാണ് ഇവരെ മറ്റേ സെയിം ലാഹോറിയുടെ പോലെ ഉണ്ടല്ലോ. അവര് അതിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണുള്ളത്. ഇപ്പൊ എത്ര നാളായത്? ഇതിപ്പോ ഒരു കൊല്ലം ആവാറായിട്ടുണ്ടല്ലേ? ഈ ബ്രീഡിംഗ് സെറ്റ് കൊടുക്കാനുള്ളതാണോ ഇത് കൊടുക്കണം? എത്ര പേര് വരുന്നത്? അത് 5 രൂപയ്ക്ക്. 5 രൂപ വരില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ബ്രീഡിംഗ് സെറ്റിനും കൊടുക്കാനുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതാണ് സംഭവം. കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോ. ഇതും ലാവൻഡർ കളർ തന്നെയാണോ? ലാവൻഡർ കളർ തന്നെയാണ് ഇതും. അപ്പൊ ഇതിനാവശ്യമുള്ളവർ വിളിച്ചു നോക്കിയാ കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത ബേഡിനെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ചൈനീസ് ഔളിന്റെ സിംഗിൾ പീസ് ആണുള്ളത്. സിംഗിൾ മെയിലാണുള്ളത്. ഇതെന്തായാലും കൊടുക്കാനുള്ളതെന്ന് തോന്നുന്നു. ഇതിന് കൊടുക്കാനുള്ളതാണ്. എത്ര റേറ്റ് പറഞ്ഞതിന്? 1000 രൂപയ്ക്ക് കൊടുക്കണം. എത്ര മാസത്തെയാണ് ഇത്? 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. 1 കൊല്ലം കഴിഞ്ഞ്. ഇനി ജോഡി ഉണ്ടായിരുന്നു ഇതിന്? ജോഡി ഇല്ല. അപ്പോൾ സിംഗിളായിട്ട് നിൽക്കണ ഒരു ചൈനീസ് ഔൾ വൈറ്റ് ആണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ വിളിച്ചു ചോദിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതിനെ പരിചയപ്പെടാം. ഇതാണ് അടുത്ത ബേഡ് എന്ന് പറയുന്നത്. നമ്മളെ പൗഡർ എന്ന് തോന്നുന്നു കണ്ടിട്ട്. പൗഡർ അല്ല ഇത്? കുറച്ച് മാർക്കൗട്ട് ആയിട്ടുള്ള മാഗ്ബിയുടെ ഇതാണ്. മാഗ്ബി മുട്ട പേരാണോ അത്? മുട്ട പേരാണല്ലോ. 2 സെറ്റ് വിരിഞ്ഞിട്ടുണ്ട്. 2 സെറ്റ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. റിസൾട്ട് ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക്? രണ്ടും മിസ്സായി പോയില്ല. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. എന്നാലും സൈസും കാര്യങ്ങളൊക്കെ പൗട്ടിങ്ങൊക്കെ വരാറുണ്ട് അതിന്? കുറച്ചുള്ളൂ. മറ്റേ പക്കയല്ല അല്ലേ? ആ ഒരു മീഡിയം സൈസിൽ നിൽക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരും കൊടുക്കാനുള്ളതാണ്. എത്രയൊക്കെ കൊടുക്കണേ? 4 രൂപ കിട്ടിയതിനെ കൊടുക്കൂല്ലേ? ഓക്കെ. അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ചു നോക്കിട്ടാ. ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയാത്ത പോലെ കുറേ പേരുകളുണ്ട്. നമ്മുടെ ടൈറ്റിലിൻ്റെ തൊട്ടടിയിൽ കാണുന്ന സംഭവമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൽ വിഷ്ണുവിൻ്റെ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ
അപ്പോൾ ഇതാണ് വേറൊരു ഐറ്റം എന്ന് പറയുന്നത് ചിക്സ് ആണ്. നമ്മുടെ ലാഹോറിയുടെ ഒക്കെ ചിക്സ് ആണ് ഇത്. ഈ ചിക്സിനെ എങ്ങനെയാണ് കൊടുക്കാനുള്ളത് ഇതിനെ? അതെ അതെ, ചിക്സിനെ കൊടുക്കാനുള്ളതാണെന്നാണ് വിഷ്ണുട്ടൻ പറയുന്നത്. അപ്പോൾ എത്രയായിട്ട് റേറ്റ് പറയണേ വിഷ്ണുട്ടൻ? അത് ലാവൻഡറിന്റെ ആണെങ്കിൽ ഒരു പീസ് 1500 വരും. 1500 രൂപ വരും. മറ്റേതാണെങ്കിൽ 1500 രൂപ. ഏത്? റെഡും ബ്ലാക്കും കൂടി ആ ഒരു പെയറിന് 1500. അപ്പോൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത്? സിംഗിൾ ആയിട്ട് കൊടുക്കണല്ലേ, 3 ആയിട്ട് കൊടുക്കണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നല്ല ബേഡ്സ് ആണ് അല്ലേ? അത്യാവശ്യം നല്ല ബേഡ്സ് ആണ്, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് വാങ്ങാം. കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയതല്ലേ? ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിഷ്ണുവിന്റെ കയ്യിലുള്ള പ്രാവൾ അല്ലേ? അപ്പോൾ എന്തായാലും നിർത്തിയാലോ? അപ്പോൾ കേജ് അടച്ചോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിഷ്ണുവിന്റെ കയ്യിലുള്ള ബേഡ്സ് എന്ന് പറയുന്നത്. വിഷ്ണുവേട്ടാ, അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ അടുത്ത് സഹകരിച്ചു. നല്ല രീതിയിലുള്ള പ്രാവുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ സംതൃപ്തിപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ വിഷ്ണുവേട്ടാ, ഞങ്ങളുടെ അടുത്ത് സഹകരിച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ബായ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി റെഡി ആയിരിക്കുക. അടുത്ത നമ്മുടെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.